ഹലോ വെൽക്കം ടു പാർട്ട് 2 ഓഫ് മൈ സ്റ്റേക്കേഷൻ വ്ളോഗ് അറ്റ് അലൈൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ എത്തിയ ദിവസം മുതലുള്ള വിശേഷങ്ങളായിരുന്നു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിന് ഒരു പ്രൈവറ്റ് പൂൾ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോയി നമ്മൾ പൂളിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പൂൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പൂളിൽ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂളിൽ. അപ്പോൾ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. നിതിൻ കുറേ നേരം സ്വിം ചെയ്തു. എനിക്ക് സ്വിമ്മിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ ചുമ്മാ വെള്ളത്തിൽ അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോവാണ്. ഗുഡ് മോർണിംഗ്. നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് നമ്മുടെ ഗാർഡൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഫസ്റ്റ് എടുത്തത് കുറച്ച് സ്റ്റീംഡ് കോണും മഷ്റൂം, പിന്നെ നമ്മൾ ആ ഡോണറ്റ്സ് കേക്ക്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മെയിൻ കോഴ്സായിട്ട് എടുത്തത് നൂഡിൽസും വെജ് നൂഡിൽസ് ആയിരുന്നു. പിന്നെ പറാത്ത, സോസേജ് കറി, പിന്നെ അത് മോമോസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കും. മോമോസ് അല്ല കേട്ടോ, അതൊരു സ്റ്റീംഡ് ചിക്കൻ ബോൾസ് ആയിരുന്നു. ആക്ച്വലി കുറച്ച് സ്വീറ്റ് ആയിരുന്നു അത്. പിന്നെ ഇത് ചീസ് ഓംലെറ്റ് ആണ്. യൂഷ്വലി ഇങ്ങനെ ബുഫേന് പോകുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. ചീസ് ഓംലെറ്റ് എനിക്കിഷ്ടമാണ് പുറത്തുനിന്ന് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ചീസ് ഓംലെറ്റ് കഴിച്ചു, ജ്യൂസ് കുടിച്ചു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഡ്രിങ്ക്സ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അവിടെ ഫുൾ ഫാറ്റ് മിൽക്ക്, ലോ ഫാറ്റ് മിൽക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്സിൻ്റെ കൂടെ ഒക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ ജ്യൂസ് തന്നെ വാട്ടർമെലൻ, ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, മസ്മെലൻ, അങ്ങനെ കുറേ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ മാംഗോ ആണ് എടുത്തത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ സാലഡ്സിനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വെജിറ്റബിൾസ് ആണെങ്കിലും ഇപ്പം നമുക്ക് സാൽമൺ ഉണ്ടായിരുന്നു, മാക്കറൽ ഉണ്ടായിരുന്നു, സ്റ്റീംഡ് മാക്കറൽ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. പിന്നെ യൂഷ്വൽ നമ്മുടെ ബ്രെഡ്, ബട്ടർ, ചീസ് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ പിക്കിൾസാണ്. ഈ ഒരു സെക്ഷനിൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ഹണി കണ്ടോ, ഹണി കോമ്പ് ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ മാംലേറ്റ്സ്, ജാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കൂടാതെ കേക്ക്സും ക്രോസാൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രെഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മഫിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സൈഡിൽ. അടുത്തത് വന്നിട്ട് ഫ്ലേവേർഡ് യോഗേർട്സ്, കട്ട് ഫ്രൂട്ട്സ്, പാർഫേറ്റ് ഇതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ എന്ന് വെച്ചാൽ നമ്മുടെ പാൻ കേക്ക്സ് ഉണ്ടല്ലോ, പാൻ കേക്ക്സും വാഫിൾസും അതിൻ്റെ ഡിപ്സ്, സോസ് അതൊക്കെ വെച്ചിട്ടുള്ളൊരു സെക്ഷനായിരുന്നു. അപ്പോൾ ഞാൻ വാഫിൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വാഫിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വാഫിൾ വിത്ത് കാരമൽ സോസ് ആൻഡ് ചോക്ലേറ്റ് സോസ്, പിന്നെ ഒരു ബെറിയുടെ ഒരു മിക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്തു. പിന്നെ ഇതാണ് എഗ് സ്റ്റേഷൻ. നിങ്ങൾക്ക് എഗ്ഗിൻ്റെ എന്ത് ഡിഷ് വേണമെങ്കിലും നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ അതിനനുസരിച്ച് അവർ ഉണ്ടാക്കി തരും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ചീസ് ഓംലെറ്റ് ഒക്കെ പറഞ്ഞത്. പിന്നെ ഇത് അവിടെ സോസേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹാഷ് ബ്രൗൺ പൊട്ടാറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രൈഡ് പൊട്ടാറ്റോ പോലെ. പിന്നെ ഗ്രിൽ ടൊമാറ്റോസ് ഉണ്ടായിരുന്നു, മഷ്റൂംസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു സൂപ്പ് ഉണ്ടായിരുന്നു. സൂപ്പ് എന്ത് സൂപ്പാണെന്ന് എനിക്ക് മനസ്സിലായില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തുമില്ല. പിന്നെ ഈ കാണുന്ന 3 ബോക്സിലുള്ളതാണ്. ഒന്ന് നൂഡിൽസും, ഇതാണ് ഞാൻ പറഞ്ഞ മോമോസ് അല്ലാത്ത സ്റ്റീംഡ് ചിക്കൻ ബോൾസ് കേട്ടോ. പിന്നെ ഇത് വെജിറ്റബിൾ നൂഡിൽസാണ്. അടുത്ത ഐറ്റം എന്താണ്? സ്റ്റീംഡ് വെജിറ്റബിൾസ് ആയിരുന്നു.
അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് പറാത്ത ദാൽ ഫ്രൈ ഒരു കറി ഉണ്ടായിരുന്നു. ഇത് ദാൽ കറിയാണ്. പിന്നെ പറാത്ത ഉണ്ടായിരുന്നു. അത് കൂടാതെ ഒരു മിക്സ്ഡ് വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് ബോയിൽഡ് എഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സോസേജാണ്. എന്ത് സോസേജാണെന്ന് മനസ്സിലായില്ല. ചിക്കൻ അല്ല, ഇതായിരുന്നു ഞാൻ പറാത്തയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കറിയായിട്ട്. പിന്നെ ഒരു ബേക്ക്ഡ് ബീൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഗാർഡൻ ഏരിയയിലേക്ക് പോയി. അധികം വെയിലും ഉണ്ടായിരുന്നില്ല, അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഒന്ന് നടന്നു, കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് പോയത്. ഇവിടെ ഇരുന്ന് കാണേണ്ടവർക്ക് ഇങ്ങനെ ഇരുന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കിടന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് ടി വി കാണാം. അപ്പോൾ ഇതായിരുന്നു അലൈൻ റോട്ടാനയിലെ വിശേഷങ്ങൾ. ഞങ്ങൾ ഇത് ബുക്ക് ചെയ്ത് booking.com വഴിയാണ്. നല്ല ഹോട്ടലായിരുന്നു, വെരി കംഫർട്ടബിൾ സ്റ്റേ. ഞങ്ങളും ഹാപ്പിയാണ്. ഒരു ചെറിയ സ്റ്റേക്കേഷൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഇവിടെ. ഇവിടുത്തെ അമ്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള വേറെയും വ്ലോഗ്സ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. Till then, take care and bye-bye.